നമ്മൾ വളരെ പെട്ടെന്ന് തിരുവനന്തപുരത്തേക്ക് പോകുന്നു. അവിടെ മേയർ ആര്യ രാജേന്ദ്രനെതിരെ BJPയുടെ പ്രതിഷേധം അത് സംഘർഷത്തിൽ കലാശിക്കുന്നുണ്ട്. തത്സമയ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. കോർപ്പറേഷൻ ഓഫീസിലേക്കുള്ള BJP മാർച്ചാണ് സംഘർഷത്തിൽ കലാശിച്ചത്. MG പ്രതീഷ് വിവരങ്ങൾ നൽകും. പ്രതീഷ്, പ്രവർത്തകർ എന്താണ് ഈ കോർപ്പറേഷൻ ഓഫീസിനകത്തേക്ക് തള്ളിക്കയറാൻ ശ്രമിക്കുകയാണോ ഇപ്പോൾ? വേണു, ആമയിഴഞ്ചാൻ വിഷയത്തിൽ കോർപ്പറേഷൻ മേയറുടെ രാജി ആവശ്യപ്പെട്ടാണ് BJP നഗരസഭയിലേക്ക് മാർച്ച് നടത്തിയത്. ആ മാർച്ചാണ് ഇപ്പോൾ സംഘർഷത്തിൽ കലാശിച്ചിരിക്കുന്നത്. ഈ നഗരസഭയുടെ മതിൽ ചാടിക്കടന്നിപ്പോൾ BJP പ്രവർത്തകർ അകത്ത് കടന്നിരിക്കുന്നു. അല്പസമയം മുമ്പാണ് മുൻ കേന്ദ്രമന്ത്രി V മുരളീധരൻ സംസാരിച്ച് കഴിഞ്ഞ ഉടൻ തന്നെ BJP പ്രവർത്തകർ മതിൽ ചാടി കടക്കുകയായിരുന്നു. ഇപ്പോൾ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചിട്ടുണ്ട്. ശക്തമായ ഒരു പ്രതിഷേധമാണ് പോലീസിന്റെ ഭാഗത്തുനിന്ന് പോലീസ് പ്രവർത്തകരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത്. അപ്രതീക്ഷിതമായാണ് ഈ V മുരളീധരൻ സംസാരിച്ച് തീർന്ന തൊട്ട് പിന്നാലെ തന്നെ BJP പ്രവർത്തകർ പ്രതിഷേധവുമായി എത്തിയത്. വലിയ തരത്തിലൊരു പ്രതിഷേധം BJP പ്രവർത്തകരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായി. ഈ പ്രവർത്തകരെ പിന്തിരിപ്പിക്കാനാണ് ഇപ്പോൾ പോലീസ് ജലപീരങ്കി പ്രയോഗിക്കുന്നത്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണുന്നത് കോർപ്പറേഷന്റെ മതിലാണ്. ഈ മതിൽ ചാടിക്കടന്നാണ് ഒന്നിലധികം പ്രവർത്തകർ അകത്ത് കയറിയത്. ഈ പ്രവർത്തകരെ പിന്തിരിപ്പിക്കാനുള്ള ഒരു ശ്രമം പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നുണ്ട്. പക്ഷേ പോലീസും പ്രവർത്തകരും തമ്മിൽ ഉന്തും തള്ളം ഉണ്ടാകുന്നുണ്ട്. പ്രവർത്തകരെ പിന്തിരിപ്പിക്കാൻ പോലീസിന്റെ ഭാഗത്ത് നിന്ന് വലിയ ശ്രമമുണ്ടായെങ്കിലും നടന്നിരുന്നില്ല. വലിയ തരത്തിലൊരു പ്രതിഷേധം, പ്രകോപനം പോലീസിന്റെ ഭാഗത്ത് നിന്ന് പോലീസിനെതിരെ പ്രവർത്തകരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നുണ്ട്. വീണ്ടും പ്രവർത്തകരെ പിന്തിരിപ്പിക്കാൻ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. വനിതാ പ്രവർത്തകരുടെയും ഒപ്പം മറ്റ് BJP പ്രവർത്തകരുടെയും നേതൃത്വത്തിലാണ് പ്രതിഷേധ മാർച്ച്. ഇപ്പോൾ 2 തവണ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. ശക്തമായൊരു പ്രതിഷേധമാണ് തിരുവനന്തപുരം കോർപ്പറേഷന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത്. ഒരു വിഭാഗം പ്രവർത്തകർ നഗരസഭയ്ക്ക് അകത്തും ഒരു വിഭാഗം പ്രവർത്തകർ നഗരസഭയ്ക്ക് പുറത്തും നിന്നുള്ള വലിയ പ്രതിഷേധമാണ് നടക്കുന്നത്. പ്രവർത്തകരെ പിന്തിരിപ്പിക്കാൻ പോലീസ് പലതവണ ജലപീരങ്കി പ്രയോഗിച്ചു. പക്ഷേ ജലപീരങ്കി പ്രയോഗിച്ചിട്ടും പോലീസ് പ്രവർത്തകർ പിന്തിരിഞ്ഞു പോയിട്ടില്ല. ഇപ്പോൾ ആ ബാരിക്കേഡ് മറികടക്കാനുള്ള ഒരു ശ്രമമാണ് പ്രവർത്തകരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത്. വീണ്ടും പോലീസിനെതിരെ വലിയ മുദ്രാവാക്യം, വലിയ പ്രതിഷേധം നഗരസഭയിൽ ഉണ്ടാകുന്നു. കൂടുതൽ പ്രവർത്തകർ പ്രതിഷേധവുമായി രംഗത്തെത്തുന്നു. സാധാരണ മാർച്ചിൽ ഉണ്ടാകുന്നതിനേക്കാൾ പ്രവർത്തകരുടെ എണ്ണം ഇത്തവണ ഉണ്ടായിരുന്നു. 100 കണക്കിന് പ്രവർത്തകരാണ് പ്രതിഷേധവുമായി രംഗത്തെത്തിയത്. നഗരസഭയ്ക്കുള്ളിൽ ചാടിക്കടന്ന പ്രവർത്തകരെ പിന്തിരിപ്പിക്കാനുള്ള പോലീസിന്റെ ശ്രമം ഇപ്പോൾ നടക്കുന്നുണ്ട്. ഈ ചാടിക്കടന്ന പ്രവർത്തകരെ ഇപ്പോൾ പോലീസ് തടഞ്ഞു വച്ചിരിക്കുകയാണ്. ഒരു വിഭാഗം പ്രവർത്തകർ ഈ നഗരസഭയ്ക്ക് പുറത്ത് ബാരിക്കേഡ് മറികടക്കാനുള്ള ഒരു ശ്രമമാണ് നടത്തുന്നത്. 3 തവണ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ച് പോലീസിനെതിരെ ഇവർ കൊണ്ടുവന്ന കമ്പുൾപ്പെടെയുള്ള കമ്പും വടികളും പോലീസിന് നേരെ വലിച്ചെറിഞ്ഞു പ്രവർത്തകർ. വലിയ മുദ്രാവാക്യം പ്രവർത്തകരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നു. പ്രധാനമായും മേയർക്കെതിരെ അതിരൂക്ഷമായ വിമർശനമാണ് BJPയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത്. മേയർ ആര്യ രാജേന്ദ്രൻ രാജിവെക്കണമെന്നും കോർപ്പറേഷൻ പരിധിയിൽ മാലിന്യ സംസ്കരണം, മാലിന്യ നീക്കം വൻ പരാജയമാണെന്നുമാണ് പ്രധാനമായും BJP ഉന്നയിക്കുന്ന ആരോപണം. ഇതുൾപ്പെടെ ആരോപിച്ചുകൊണ്ടായിരുന്നു മേയറുടെ രാജി ആവശ്യപ്പെട്ട ഈ കോർപ്പറേഷനിലേക്ക് BJP പ്രവർത്തകർ മാർച്ച് നടത്തിയത്. ആദ്യഘട്ടത്തിൽ BJP ജില്ലാ അധ്യക്ഷൻ VV രാജേഷ് സംസാരിച്ചു. തൊട്ടു പിന്നാലെയാണ് മുൻ കേന്ദ്രമന്ത്രി V മുരളീധരൻ സംസാരിച്ചത്. അതിന് പിന്നാലെ V മുരളീധരൻ സംസാരിച്ചു കഴിഞ്ഞ് തൊട്ടു പിന്നാലെ 5 പ്രവർത്തകർ ഈ കോർപ്പറേഷന്റെ മതിൽ ചാടിക്കടക്കുകയായിരുന്നു. മതിൽ ചാടിക്കടന്ന പ്രവർത്തകരെ ഇപ്പോൾ പോലീസ് പിന്തിരിപ്പിച്ച് ഈ കോർപ്പറേഷന്റെ ഉൾഭാഗത്ത് നിന്ന് മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ ഈ നഗരസഭയ്ക്ക് പുറത്ത് ബാരിക്കേഡിന് മുന്നിൽ പ്രവർത്തകർ പ്രതിഷേധിക്കുകയാണ്. ഒരു പ്രവർത്തകൻ ബാരിക്കേഡിന് മുകളിൽ കയറി നിന്നുള്ള വലിയ പ്രതിഷേധമാണ് തിരുവനന്തപുരം കോർപ്പറേഷനിൽ നടക്കുന്നത്. ഈ മേയർ രാജിവെക്കണം, ഈ ആമയിഴഞ്ചാൻ തോട്ടിലെ V ജോയിയുടെ മരണത്തിന് ഉത്തരവാദി തിരുവനന്തപുരം കോർപ്പറേഷനാണ് എന്നതാണ് പ്രധാനമായും ഈ BJPയുടെ ആരോപണം. ഈ മാലിന്യ നീക്കം വലിയ പരാജയമായിരുന്നു. നഗരസഭയിൽ കൃത്യമായി മാലിന്യ സംസ്കരണ പ്രവർത്തനങ്ങൾ നഗരസഭ നടത്തിയില്ല. പ്രതിപക്ഷ ആവശ്യങ്ങളെ പോലും അവഗണിക്കുന്ന ഒരു സമീപനമാണ് മേയറുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായത് എന്നതാണ് പ്രധാനമായും BJP ആരോപിക്കുന്ന കാര്യം. മാലിന്യ പ്രശ്നം ചർച്ച ചെയ്യുന്നതിൽ പ്രതിപക്ഷ അംഗങ്ങളെ അവഗണിച്ചു. പ്രതിപക്ഷ അംഗങ്ങൾ തുടർച്ചയായി ഉന്നയിക്കുന്ന ആവശ്യങ്ങളിൽ നിന്നെല്ലാം തന്നെ
പുറംതിരിഞ്ഞു നിൽക്കുന്ന ഒരു സമീപനമാണ് മേയറുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത് എന്താണ് ഇപ്പോൾ പ്രധാനമായും പറയുന്നത്. വീണ്ടും ഈ കോർപ്പറേഷന്റെ മതിൽ ചാടിക്കടക്കാനുള്ള ഒരു ശ്രമമാണ് പ്രവർത്തകരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത്. നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് ഈ കോർപ്പറേഷന്റെ മതിൽ ചാടിക്കടക്കാനുള്ള പ്രവർത്തകരുടെ ശ്രമം പോലീസ് തടയുന്നതാണ്. വലിയ തരത്തിലൊരു പ്രതിഷേധം ഉന്തും തള്ളം പ്രവർത്തകരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നു. ഒന്നിലധികം പ്രവർത്തകർ ഇപ്പോൾ മതിൽ ചാടിക്കടന്നിട്ടുണ്ട്. വലിയ പ്രതിഷേധം, പ്രവർത്തകരെ പിന്തിരിപ്പിക്കാൻ കഴിയാത്ത തരത്തിൽ, പ്രവർത്തകരെ പ്രതിരോധിക്കാൻ കഴിയാത്ത തരത്തിൽ ഉള്ള ഒരു പ്രതിഷേധമാണ് നിലവിൽ കോർപ്പറേഷനിൽ നടക്കുന്നത്. കൂടുതൽ പ്രവർത്തകർ നഗരസഭയ്ക്ക് ഉള്ളിൽ കയറിയിട്ടുണ്ട്. കൂടുതൽ പോലീസ് ഉദ്യോഗസ്ഥരെ അടക്കം ഈ ഭാഗത്തേക്ക് ഇപ്പോൾ വിന്യസിച്ചിട്ടുണ്ട്. കാരണം അപ്രതീക്ഷിതമായിരുന്നു ഇത്തരത്തിലൊരു നീക്കം പ്രവർത്തകരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായത്. പോലീസ് പെട്ടെന്ന് അത്തരത്തിലൊരു നീക്കം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചിരുന്നില്ല. സാധാരണഗതിയിൽ നേതാക്കൾ സംസാരിച്ച് കഴിഞ്ഞതിന് ശേഷമായിരിക്കും ബാരിക്കേഡ് മറികടക്കാനുള്ള ഒരു ശ്രമം പ്രവർത്തകരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. പക്ഷേ അതിൽ നിന്ന് മാറി നേതാക്കൾ സംസാരിച്ച് തീരുന്നതിന് മുമ്പ് തന്നെ നഗരസഭാ മതിൽ പ്രവർത്തകർ ചാടിക്കടന്നു. വലിയ പ്രതിഷേധം ഈ പ്രവർത്തകരെ പിന്തിരിപ്പിക്കാൻ കൂടുതൽ പ്രവർത്തകർ ഇതിനകത്തേക്ക് ഈ കോർപ്പറേഷൻ ഓഫീസിലേക്ക് ചാടിക്കടക്കുന്നത് ദൃശ്യങ്ങളിൽ കാണാമല്ലോ. അപ്പോൾ ഇതിന്റെ നാലാഭാഗത്തു പല വഴികളിലൂടെ പ്രവർത്തകർ അകത്തേക്ക് കടക്കുന്നത് തടയാൻ പോലീസിന് കഴിയുന്നില്ലേ? അതോ ഈ കടക്കുന്ന പ്രവർത്തകരെ അവിടുന്ന് അറസ്റ്റ് ചെയ്ത് നീക്കുന്നുണ്ടോ? എന്താണ് ഈ മതിലിനകത്ത് സംഭവിക്കുന്നത്? വിജയകുമാർ, നൂറുകണക്കിന് BJP പ്രവർത്തകരാണ് ഇവിടെ പ്രതിഷേധവുമായി എത്തിയത്. അത്രത്തോളം പോലീസുകാർ നിലവിൽ ഇവിടെ ഉണ്ടായിരുന്നില്ല. അതാണ് പ്രധാനമായും പോലീസിനും ഉണ്ടായൊരു വെല്ലുവിളി. വലിയ തരത്തിൽ പ്രവർത്തകരുടെ ഭാഗത്ത് നിന്ന് ഒരു പ്രതിഷേധം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഈ ആദ്യഘട്ടത്തിൽ പോലീസ് പ്രവർത്തകരെ പിന്തിരിപ്പിക്കാൻ കഴിയാതെ വന്നത്. ഇപ്പോൾ വലിയ തരത്തിൽ വീണ്ടും പ്രതിഷേധമുണ്ടാകുന്നു. ഈ മതിൽ ചാടിക്കടന്നുള്ള പ്രതിഷേധമാണ് പ്രവർത്തകരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായത്. ഇപ്പോൾ വീണ്ടും ഈ മതിൽ ചാടിക്കടക്കാനുള്ള പ്രവർത്തകരുടെ നീക്കം, മുതിർന്ന നേതാക്കളുടെ നേതൃത്വത്തിലാണ് പ്രവർത്തകർ മതിൽ ചാടിക്കടന്നത്. ഈ മതിലിനകത്ത് പോലീസുകാരെ വിന്യസിച്ചിട്ടുണ്ടായിരുന്നുവെങ്കിലും നിരവധി പ്രവർത്തകരാണ് മതിൽ ചാടിക്കടന്നത്. അതിനെ പ്രതിരോധിക്കാൻ പോലീസുകാർക്ക് ആയിരുന്നില്ല. അങ്ങനെയാണ് പോലീസും പ്രവർത്തകരും തമ്മിൽ വലിയ തരത്തിൽ ഉന്തും തള്ളം ഉണ്ടായത്. ഇപ്പോഴും പോലീസും പ്രവർത്തകരും തമ്മിൽ പല ഇടങ്ങളിലായി ഉന്തും തള്ളം പ്രതിഷേധവും ഉണ്ടാകുന്നു. വലിയ പ്രതിഷേധം തിരുവനന്തപുരം കോർപ്പറേഷൻ പരിധിയിൽ നടക്കുന്നുവെന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പല വഴികളിലൂടെ നഗരസഭയ്ക്ക് ഉള്ളിലേക്ക് പ്രവേശിക്കാനുള്ള ശ്രമമാണ് BJP പ്രവർത്തകരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത്. വനിതാ പ്രവർത്തകർ ഉൾപ്പെടെ വലിയ പ്രതിഷേധത്തിലാണ്. മേയർക്കെതിരെ അതിരൂക്ഷമായ വിമർശനം, വലിയ മുദ്രാവാക്യങ്ങൾ പ്രവർത്തകരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നു. വീണ്ടും പ്രകോപനം, പ്രവർത്തകരുടെ ഭാഗത്ത് നിന്ന് അതിരൂക്ഷമായ പ്രകോപനമാണ് തിരുവനന്തപുരം നഗരസഭയിലേക്ക് ഉണ്ടാകുന്നത്. പോലീസ് പരമാവധി പ്രവർത്തകരെ പിന്തിരിപ്പിക്കാനും പ്രതിരോധിക്കാനും ശ്രമിക്കുന്നുണ്ടെങ്കിലും അതൊന്നും തന്നെ ഫലം കാണുന്നില്ല എന്നതാണ് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. കൂടുതൽ പോലീസുകാരെ അടക്കം ഇങ്ങോട്ടേക്ക് വിന്യസിച്ചിട്ടുണ്ട്. പക്ഷേ ഈ പ്രവർത്തകരെ പിന്തിരിപ്പിക്കാൻ ഇതുവരെയും പോലീസിന് കഴിഞ്ഞിട്ടില്ല. കൂടുതൽ പ്രവർത്തകർ പ്രതിരോധവുമായി എത്തുന്നു. ഈ അകത്തേക്ക് ചാടിക്കയറിയ പ്രവർത്തകർക്ക് പിന്തുണയുമായി കൂടുതൽ BJP പ്രവർത്തകർ എത്തിയതോടുകൂടിയാണ് വീണ്ടും പ്രതിഷേധം ആളിക്കത്തിയത്. വലിയ തരത്തിൽ വലിയ പ്രതിഷേധം തിരുവനന്തപുരം നഗരസഭയിലേക്ക് BJP നടത്തുന്നു. ആദ്യഘട്ടത്തിൽ സമാധാനപരമായി തുടങ്ങിയ ഒരു പ്രതിഷേധ മാർച്ചാണ് വീണ്ടും പിന്നീട് സംഘർഷത്തിലേക്ക് കലാശിച്ചത്. പോലീസ് ജലപീരങ്കി പ്രയോഗിച്ച് ഈ പ്രവർത്തകരെ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചുവെങ്കിലും അത് ഫലം കണ്ടില്ല. ഈ നഗരസഭയുടെ മതിൽ ചാടിക്കിടക്കുമെന്ന് പോലീസും കരുതിയിരുന്നില്ല. അതാണ് ഒരു സംഘർഷത്തിലേക്ക് കലാശിച്ചത്. അതുകൊണ്ട് ഇപ്പോഴും പോലീസും പ്രവർത്തകരും തമ്മിൽ ഉന്തും തള്ളും ഉണ്ടാകുന്നു. പ്രവർത്തകരെ പിന്തിരിപ്പിച്ച് ബാരിക്കേഡിന് സമീപത്തേക്ക് നീക്കാനുള്ള ഒരു ശ്രമമാണ് പോലീസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്. പക്ഷേ പ്രവർത്തകർ ഈ മതിൽ ചാടിക്കിടക്കാനുള്ള ശ്രമത്തിൽ നിന്ന് പിന്തിരിയുന്നില്ല. ഒരു വിഭാഗം പ്രവർത്തകർ ഈ ബാരിക്കേഡ് മറിച്ചിടാനുള്ള ശ്രമവും നടക്കുന്നുണ്ട്. ഈ വലിയ ഒരു പ്രതിഷേധം തിരുവനന്തപുരം കോർപ്പറേഷൻ മേയർക്കെതിരെ ഉണ്ടാകുന്നു. ഇപ്പോൾ ഈ മതിൽ ചാടിക്കിടക്കാനുള്ള പ്രവർത്തകർ ഈ ബാരിക്കേഡിന് മുന്നിലേക്ക് വരുന്നുണ്ട്. തിരുവനന്തപുരം കോർപ്പറേഷൻ ഓഫീസിലേക്ക് BJP നടത്തിയ പ്രതിഷേധ മാർച്ചാണ് സംഘർഷത്തിൽ കലാശിച്ചത്. തുടർച്ചയായി പോലീസ് പ്രവർത്തകർക്ക് നേരെ ജലപീരങ്കി പ്രയോഗിക്കുന്നുണ്ട്. പക്ഷേ പ്രവർത്തകർ മടങ്ങിപ്പോകാൻ കൂട്ടാക്കുന്നില്ല. ഇതിനോടകം ഒരു വിഭാഗം പ്രവർത്തകർ ഈ കോർപ്പറേഷൻ ഓഫീസിന്റെ മതിൽ ചാടി അകത്തേക്ക് കടന്നിട്ടുണ്ട്. അവരെ പോലീസ് അവിടെ തടഞ്ഞു വെച്ചിരിക്കുകയാണ്. ബാരിക്കേഡ് ഭേദിക്കാൻ BJP പ്രവർത്തകർ, വനിതാ പ്രവർത്തകർ ഉൾപ്പെടെ വീണ്ടും ശ്രമിക്കുന്നു. വീണ്ടും പോലീസ് ജലപീരങ്കി പ്രയോഗിക്കുന്നു. മേയർ ആര്യ രാജേന്ദ്രന്റെ രാജി ആവശ്യപ്പെട്ടാണ് BJPയുടെ പ്രതിഷേധം. നേരത്തെ മുൻ കേന്ദ്രമന്ത്രി V മുരളീധരൻ ഈ പ്രതിഷേധ മാർച്ച് ഉദ്ഘാടനം ചെയ്തു മടങ്ങിയതിന് തൊട്ടു പിന്നാലെയാണ് സംഘർഷമുണ്ടായത്.
പ്രവർത്തകരോട് പിരിഞ്ഞു പോകണമെന്ന് പോലീസ് ഇതിനോടകം ആവശ്യപ്പെട്ടെങ്കിലും പ്രവർത്തകർ കൂട്ടാക്കിയിട്ടില്ല, അറസ്റ്റിന് വഴങ്ങിയിട്ടില്ല. കോർപ്പറേഷൻ ഓഫീസിന് മുന്നിൽ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. BJP പ്രവർത്തകരിൽ ചിലർ ഈ മതിലിന് അകത്തേക്ക് പ്രവേശിക്കുകയും ചെയ്തു. അവരെ പോലീസ് ഇപ്പോൾ അവിടെ തടഞ്ഞു വെച്ചിരിക്കുകയാണ്. ചിതറിപ്പോയ പ്രവർത്തകർ വീണ്ടും ബാരിക്കേഡിന് മുന്നിലേക്ക് സംഘടിച്ചെത്തുന്നതാണ് നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത്. BJP ജില്ലാ പ്രസിഡന്റ് VV രാജേഷിന്റെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധ പ്രകടനം. മുൻ കേന്ദ്രമന്ത്രി V മുരളീധരനാണ് മാർച്ച് ഉദ്ഘാടനം ചെയ്തത്. തൊട്ടു പിന്നാലെയാണ് പ്രവർത്തകർ കോർപ്പറേഷൻ ഓഫീസിലേക്ക് തള്ളിക്കയറാൻ ശ്രമിച്ചത്. പ്രതീക്ഷ, ഈ പ്രവർത്തകർ പിരിഞ്ഞു പോകാൻ കൂട്ടാക്കുന്നില്ലല്ലോ, പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കുമോ? എന്താണ് പോലീസിന്റെ നീക്കം? വിജയകുമാർ, പ്രവർത്തകർ വീണ്ടും പോലീസിനെതിരെയും ഒപ്പം കോർപ്പറേഷനെതിരെയും വലിയ പ്രതിഷേധവുമായി രംഗത്ത് വന്നിരിക്കുന്നു. നേരത്തെ മതിൽ ചാടിക്കടക്കാനുള്ള ശ്രമം ഉപേക്ഷിച്ച് വീണ്ടും ബാരിക്കേഡിന് സമീപത്തേക്ക് പ്രവർത്തകർ വന്നിരിക്കുന്നു. വനിതാ പ്രവർത്തകർ ഉൾപ്പെടെയുള്ളവരാണ് ഇപ്പോൾ ബാരിക്കേഡിന് മുന്നിൽ വന്ന് പ്രതിഷേധിക്കുന്നത്. ഒരു വിഭാഗം പ്രവർത്തകർ ബാരിക്കേഡിന് മുകളിലേക്ക് കയറിയുള്ള പ്രതിഷേധമാണ് ഉയർത്തുന്നത്. ഒരു തരത്തിലും പിരിഞ്ഞു പോകാൻ കൂട്ടാക്കാതെ വലിയ തരത്തിലൊരു പ്രതിഷേധം BJP പ്രവർത്തകരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നു. പലതവണ പ്രവർത്തകരെ പിന്തിരിപ്പിക്കാൻ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു, പക്ഷേ അപ്പോഴും ഈ പിരിഞ്ഞു പോകാൻ പ്രവർത്തകർ കൂട്ടാക്കിയിരുന്നില്ല. പിന്നീട് ഈ ചാടിക്കടന്ന പ്രവർത്തകരെ അവിടെ നിന്ന് പോലീസ് പിന്തിരിപ്പിച്ച ബാരിക്കേഡിന് ഈ സമീപത്തേക്ക് കൊണ്ടുവന്നു. ഇപ്പോൾ ഈ ബാരിക്കേഡ് മറിച്ചിടാനുള്ള ഒരു ശ്രമമാണ് പ്രവർത്തകരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത്. മുതിർന്ന നേതാക്കളടക്കം വലിയ പ്രതിഷേധമുയർത്തുന്നു. മേയർക്കെതിരെ അതിരൂക്ഷമായ വിമർശനമാണ് ഈ മാർച്ചിൽ ഒന്നടങ്കം BJP നേതാക്കൾ ഉന്നയിച്ചത്. ഈ തിരുവനന്തപുരത്തെ മാലിന്യ സംസ്കരണത്തിൽ നഗരസഭ പരാജയപ്പെട്ടു. തിരുവനന്തപുരം കോർപ്പറേഷനിലേക്ക് BJP നടത്തിയ പ്രതിഷേധ മാർച്ച്, മേയർ ആര്യ രാജേന്ദ്രന്റെ രാജി ആവശ്യപ്പെട്ട് നടത്തിയ മാർച്ച് സംഘർഷത്തിൽ കലാശിച്ചു. പ്രവർത്തകർ പിരിഞ്ഞു പോകുന്നില്ല. ഒരു വിഭാഗം പ്രവർത്തകർ മതിൽ ചാടി കോർപ്പറേഷൻ ഓഫീസിനകത്തേക്ക് പോയിട്ടുണ്ട്. അവരെ പോലീസ് തടഞ്ഞു വെച്ചിരിക്കുകയാണ്. പുറത്ത് പ്രവർത്തകർ പോലീസുമായി ഏറ്റുമുട്ടാൻ ശ്രമിക്കുന്നുണ്ട്, ബാരിക്കേഡ് മറിച്ചിടാൻ ശ്രമിക്കുന്നുണ്ട്.